തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് CPM വളരെ കാര്യമായി ചർച്ച ചെയ്യുകയാണ്. കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നു, ചിലത് അവർ പുറത്തു വിടുന്നില്ല. പുറത്തു വിടാത്ത ഒരു കാരണം ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് CPM കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അമിതമായ മുസ്ലിം പ്രീണനമാണ് പരാജയത്തിന് കാരണം. അത് പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. ഈ മാറ്റത്തിൻ്റെ ഒരു രാസത്വരകമായി പ്രവർത്തിച്ചത് BDJS ആണ്. അപ്പോൾ SNDP യോഗത്തിനെയാണ് CPM ടാർഗറ്റ് ചെയ്യുന്നത്. മുസ്ലിം പ്രീണനം പരാജയത്തിന് കാരണമായി എന്ന് മനസ്സിലാക്കിയതായും പറയപ്പെടുന്നു. തിരുത്തുമോ CPM? ഇല്ല, തിരുത്താൻ അവർക്ക് സാധ്യമല്ല. എന്താ ഇപ്പം നടക്കുന്നത് ഈ ഒരു പബ്ലിക് റിലേഷൻസ് എക്സർസൈസാണ്. CPMൻ്റെ ഉള്ളിൽ എന്ത് നടന്നു എന്ന് ആർക്കും അറിയില്ല, ആരെന്ത് പറഞ്ഞു എന്നും അറിയില്ല. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ന്യൂസൊക്കെ ഇങ്ങനെ ആര് കൊടുക്കുന്നതാണ്? CPM തന്നെ കൊടുക്കുന്നതാണ്. അത് ഞങ്ങളുടെ ഉള്ളിൽ തിരുത്തൽ ശക്തിയുണ്ടെന്നും എതിരഭിപ്രായങ്ങളുണ്ടെന്നും അത് ഞങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അതിനായിട്ട് പ്ലാൻ ചെയ്യുന്ന വാർത്തകളാണ് ഇതെല്ലാം. അല്ലാതെ ഒന്നുമില്ല. അകത്ത് എന്ത് നടന്നു എന്ന് ആർക്കും അറിയില്ല. അവരോട് പറയുന്നില്ല. CPM ഇരുമ്പ് മറയില്ല, പക്ഷേ ഇതിൻ്റെ സോഴ്സ് പറയുകയുമില്ല. ആരും പരസ്യമായിട്ട് പ്രതികരിക്കില്ല. എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ ചില പത്രസമ്മേളനങ്ങളിൽ MV ഗോവിന്ദൻ പറയും. കാരണം ഇവർ കടുവയുടെ പുറത്ത് കയറിപ്പോയി. അതാണ് ഈ മുസ്ലിം പ്രീണനം. ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാൽ കടുവ തിന്നും, ഇറങ്ങിയില്ലെങ്കിൽ കടുവയുടെ പുറത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ കടുവയുടെ പുറത്ത് ഇരിക്കുകയല്ലാതെ വേറെ മാർഗം അവർക്കില്ല. അവരുടെ ഓരോ ജില്ലാ കമ്മിറ്റികളായിട്ട് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് കീഴടങ്ങി കഴിഞ്ഞു. വ്യക്തികളല്ല, ശക്തികൾ. അപ്പോൾ അതിൽ നിന്ന് ഇനി അവർക്ക് മോചനമില്ല. കൊല്ലം ജില്ല സമ്പൂർണ്ണമായിട്ട് ഇസ്ലാമീകരിക്കപ്പെട്ടു. ആലപ്പുഴ ജില്ല സമ്പൂർണ്ണമായിട്ട് മറ്റുള്ളവരെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ. ആലപ്പുഴ ജില്ലയിൽ രാജി വരെ നടന്നു. CPMൽ രാജിയില്ലല്ലോ, പുറത്താക്കലാണ്. എന്തു വാങ്ങിക്കോട്ടെ, അത് നടന്നു. സുധാകരനെ ഒതുക്കാൻ തന്നെ കാര്യം അതാണ്. ബിക്കോസ് ഹീ ഈസ് എ ഹിന്ദു. അത് അങ്ങേരെ സമ്മതിക്കില്ല. അങ്ങേരുടെ മകൻ എന്നെ ചീത്ത പറഞ്ഞു, എന്നെ തെറി വിളിച്ചു. പോട്ടെ, ഇപ്പോൾ അത് ഞാനൊരു സാങ്കല്പിക BJP മന്ത്രിസഭ, അതിൽ AK ബാലൻ്റെ നേതൃത്വത്തിലാണ് സാങ്കല്പിക BJP മന്ത്രിസഭ. ഈ സർക്കാരുകൾ ഓവർനൈറ്റ് മറിഞ്ഞു വീഴുന്നൊരു സമ്പ്രദായമുണ്ടല്ലോ, അങ്ങനെ സംഭവിക്കുകയും CPMലെ ഹിന്ദുക്കൾ കൂട്ടത്തോടെ പുറത്തു വരികയും CPMലെയും CPIയിലെയും ഹിന്ദുക്കൾ പരസ്പരം ആലോചിച്ചിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് CPIയെയും CPMനെയും തകിടം മറിച്ചിട്ട് ഭൂരിപക്ഷം കയ്യിലെടുത്ത് മന്ത്രിസഭയുണ്ടാക്കുന്നു. ആ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി AK ബാലൻ, C ദിവാകരൻ, സുധാകരൻ തുടങ്ങിയവർ മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് ഞാൻ അന്വേഷിച്ച് ചെയ്ത സീൻ. അപ്പോൾ അത് സുധാകരൻ്റെ മകന് പിടിച്ചില്ല. അയാൾ എന്നെ മോശമായിട്ട് ചീത്ത വിളിച്ചു. അതേതോ പ്രശസ്തമായ മോഹൻലാൽ സിനിമയിലെ ഡയലോഗ് മറ്റുമാണ്. എനിവേ, ഞാൻ ആ ചീത്തയോട് പ്രതികരിക്കാനൊന്നും പോയില്ല. അത് പിന്നെ പത്രങ്ങളിലൊക്കെ വാർത്തയായിട്ടൊക്കെ വന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അതങ്ങനെ പോയി. ബട്ട് ഇപ്പോഴും ആ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. CPMലെയും CPIയിലെയും ഹിന്ദുക്കൾ ഒരു ദിവസം നമ്മൾ ഇനി ഇവിടെ നിന്നാൽ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. അത് വളരെ പെട്ടെന്നായിരിക്കുകയും ചെയ്യും. പഴയ പോലെ സമയം കൊടുത്ത് രാഘവൻ, ഗൗരിയമ്മ ഇവരൊക്കെ ചെയ്തപോലെ സമയം കൊടുത്ത് ഇറങ്ങാൻ ഇപ്പോൾ പറ്റില്ല. ചിലപ്പോൾ കൊല്ലപ്പെട്ടു പോകും. ഒറ്റ രാത്രി കൊണ്ട് തകിടം മറിഞ്ഞിട്ട് ശെൽവരാജ് കാലുമാറിയ പോലെ കാലുമാറി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ആക്രമിക്കപ്പെടും. MV രാഘവന് സംഭവിച്ചതാണ്. MV രാഘവന് മനസ്സുകൊണ്ട് CPM വിടാൻ പറ്റുന്നില്ല. താല്പര്യമില്ല എന്ന് മാത്രമല്ല, MV രാഘവൻ ഒറ്റയ്ക്ക് പോയി EMSനെ കണ്ടു, മാപ്പ് പറഞ്ഞു. തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ മനുഷ്യൻ, എന്നിട്ടും മാപ്പ് പറഞ്ഞു തീരട്ടെ എന്ന് വിചാരിച്ചിട്ട്. EMS മുഖത്ത് പോലും നോക്കിയില്ല. ഇരുമ്പ് പോലെ ഇരുന്നു EMSൻ്റെ മുഖം എന്നാണ് MV രാഘവൻ എന്ന് പ്രസംഗിച്ചത്. ഇരുമ്പ് പോലെ, അയൺ ഫേസ്ഡ് എന്ന് പറയുമല്ല, പ്രതിമയിരിക്കുന്ന പോലെ അനങ്ങിയില്ല.
പിന്നെ രാഘവൻ വിചാരിച്ചു ശരി പോട്ടെ. അപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചു. കൗണ്ടർ മൂവ് നടത്താൻ EMS ഒരുപാട് സമയം കിട്ടി. ഗൗരിയമ്മയും അതുപോലെ. ഗൗരിയമ്മ പറഞ്ഞല്ലോ, ഈ കൗരവസഭയിൽ പാഞ്ചാലിക്ക് സംഭവിച്ചതുപോലെയായിരുന്നു ആ സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്ക് സംഭവിച്ചത്. പിന്നെ അവിടെ നിൽക്കാൻ സാധ്യമല്ലായിരുന്നു. ഇപ്പോൾ ഈ കൗരവസഭയിൽ വെച്ച് വസ്ത്രാപഹരണം നടത്തുന്ന ആ അവസ്ഥ വരെ ഗൗരിയമ്മ സഹിച്ചു, അതിനകത്ത് നിന്നു. അതുകൊണ്ട് ഗൗരിയമ്മയ്ക്ക് ഈ അവർക്കും ആവശ്യം പോലെ സമയം കിട്ടി. ഗൗരിയമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല. കാലം ഗൗരിയമ്മയെ തളർത്തി, പ്രായമാകുമല്ല. അങ്ങനെ ഗൗരിയമ്മയ്ക്ക് സംഭവിച്ചു. ഇപ്പോഴുള്ള CPMകാർക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് അവർ മിന്നൽ വേഗത്തിലായിരിക്കും ഈ ഓപ്പറേഷൻ നടത്തുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ ഇനി തിരുത്ത് സാധ്യമല്ല. പാർട്ടി സമ്പൂർണ്ണമായിട്ട് ഇസ്ലാമിക ശക്തികളുടെ കയ്യിലാണ്. അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ പിണറായി വിജയൻ തിരിയും എന്ന് കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയനെ കൊന്നുകളയാൻ പോലും അവർ മടിക്കില്ല ഇസ്ലാമിക ശക്തി. അത് പിണറായി വിജയനും അറിയാം. ഇതാണ് കടുവയുടെ പുറത്ത് കയറിയാലുള്ള. അതിനുള്ള ശേഷിയൊക്കെ ഈ പറഞ്ഞ ശക്തികൾക്കുണ്ടോ കേരളത്തിൽ? ഉണ്ട്. CPMനകത്തുണ്ട്. CPM മൊത്തം കേരളത്തിലില്ല. CPMനകത്ത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാരെ ഓരോന്നായിട്ട് അവർ കയറ്റി അത് ഭദ്രമാക്കി. യു ടെൽ മീ, പറയാതെ തന്നെ എല്ലാവർക്കും ഒരു കാര്യം അറിയാം. മുഹമ്മദ് റിയാസ് ആണ് മന്ത്രിസഭയിൽ നമ്പർ 2 അല്ലേ? 2ാം സ്ഥാനം മുഹമ്മദ് റിയാസിനാണ്. മുഹമ്മദ് റിയാസുമായിട്ട് ആരും ഏറ്റുമുട്ടുന്നില്ല. അല്ല, എന്തിനാണ് TG റിയാസിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? മുസ്ലിമായി ജനിച്ചു പോയി എന്നതുകൊണ്ടാണോ? അതുകൊണ്ടല്ല, നമ്പർ 2 ആയതുകൊണ്ട്. അതുകൊണ്ടെന്ത്? മന്ത്രിസഭയിൽ നമ്പർ 2 റിയാസാണ്. പക്ഷേ മന്ത്രിസഭയിൽ സീനിയർ റിയാസാണോ? അല്ല. അപ്പോൾ എങ്ങനെ മന്ത്രിസഭയിൽ ഇയാൾക്ക് നമ്പർ 2 സ്ഥാനം കൊടുത്ത് ചില ആളുകൾ ചാപ്പ കുത്തുമല്ലേ? ചാപ്പ കുത്തിയതൊന്നുമല്ല. റിയാസ് ഒരു ദിവസം പറയുന്നു, മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ മറ്റ് മന്ത്രിമാരാരും ഇറങ്ങുന്നില്ല എന്ന് പറയുന്നു. സീനിയർ മാത്രമേ പറയാനുള്ളൂ? ഇല്ല, ഉടനെ എല്ലാ മന്ത്രിമാരും ഇറങ്ങും. ആർക്കും പറയാം. അല്ല, ആർക്കും പറയാമെങ്കിലും പറഞ്ഞത് റിയാസാണല്ലോ. ഇപ്പോഴും നിയമസഭയിൽ പ്രോമിനൻസ് നോക്കൂ, പുറത്ത് പ്രോമിനൻസ് നോക്കൂ, മുഹമ്മദ് റിയാസിനാണ്. സ്വാഭാവികമായും കിട്ടില്ലേ മുഖ്യമന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ മരുമകൻ എന്നുള്ള പരിഗണന? അത് തന്നെയാണ് പറഞ്ഞത്. ഈ അത് അവരാവശ്യപ്പെട്ടില്ലെങ്കിലും നമ്മൾ കൊടുക്കും, ജനം കൊടുക്കും. മുഖ്യമന്ത്രിയുടെ മകൻ എന്നുള്ള പരിഗണന മന്ത്രിസഭയിൽ വരാൻ പാടില്ല. ജനങ്ങൾ പല രീതിയിലൊക്കെ കാണും. മുഖ്യമന്ത്രിയുടെ മരുമകനിലെ ഒരു ചപ്പാത്തി കൂടുതൽ കൊടുക്കുക എന്നൊക്കെ പറയും. അത് വേറെ കാര്യം. മന്ത്രിസഭയ്ക്കുള്ളിൽ നമ്പർ 2 ആണ് മുഹമ്മദ് റിയാസ്. കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ്, ഐ ഡോണ്ട് തിങ്ക് സോ, മുഹമ്മദ് റിയാസിനെയും കൊണ്ടല്ലേ ഇവിടെ ഇന്തോനേഷ്യയിൽ, സിംഗപ്പൂരിൽ കുടുംബം എങ്ങനെ ഉണ്ടായത്? കല്യാണം കഴിച്ചു കൊടുത്തുണ്ട്. കല്യാണം കഴിച്ചു കൊടുത്തുകൊണ്ട്. എവിടെ പോയി ആദ്യത്തെ കല്യാണം? അതൊക്കെ വളരെ പേഴ്സണൽ കാര്യമല്ലേ? പേഴ്സണൽ ആയിക്കോട്ടെ, ബട്ട് ഇറ്റ് ഈസ് യു ആർ എ പബ്ലിക് ഫിഗർ. അതിനകത്ത് പിന്നെ എനിക്ക് പേഴ്സണൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കും, നിങ്ങൾ അല്ല, സ്വകാര്യതയൊന്നുമല്ല അത്. നിങ്ങൾ ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്യുന്നു. വിവാഹമോചനം ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾ അടുത്ത സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. അതായത് അതിനർത്ഥം നിങ്ങൾ യു വെയർ വെയിറ്റിംഗ് ടു സംഹൗ ഗെറ്റ് എ ഡൈവോഴ്സ് ഫ്രം ദ വൈഫ്. ഇല്ല, അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കല്യാണം കഴിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെയാണ്, കഴിച്ചുകൂടെ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ ഈ പൊസിഷൻ നിങ്ങളെ ഉറപ്പിക്കാനായിട്ട് ചെയ്തു എന്ന് ഞാൻ പറയും. വ്യാഖ്യാനമല്ലേ? വ്യാഖ്യാനമല്ല, പ്രാക്ടിക്കലി നോക്ക്. പ്രാക്ടിക്കലി മുഹമ്മദ് റിയാസിൻ്റെ തീരുമാനത്തിന് മുകളിൽ പരുന്തും പറക്കുന്നില്ല. ഇതൊക്കെ ഒരു നറേറ്റീവ് അല്ലേ TG? എനിക്ക് തോന്നുന്നില്ല. അല്ല, തോന്നുന്നില്ലെങ്കിൽ അത് സുനിലിൻ്റെ കാര്യം. ഞാൻ ഈ ഉദാഹരണങ്ങൾ വെച്ചാണ് പറയുന്നത്. പെരുമാറ്റത്തിലെ ഉദാഹരണങ്ങൾ, മന്ത്രിസഭയിലെ തീരുമാനങ്ങൾ, നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അദ്ദേഹം ശിവൻകുട്ടിക്കെതിരെ പൊട്ടിത്തെറിക്കുന്നത്. CPMൽ ആർക്കും അതില്ലാത്തത് ധാർഷ്ട്യം? അല്ല, അതല്ല, CPMന് ഉള്ളിൽ മറ്റുള്ളവരോട് ധാർഷ്ട്യം കാണിക്കുമല്ലോ. ഇപ്പം ഞാൻ പറയട്ടെ, സജി ചെറിയാൻ ശിവൻകുട്ടിക്കെതിരെ ഒരു കമന്റ്, ശിവൻകുട്ടിക്കെതിരെ അല്ല, 10ാം ക്ലാസ് പാസ്സായ പിള്ളേർക്കൊന്നും അക്ഷരം പോലും അറിയില്ല എന്ന് പറഞ്ഞു. ദേ ഹാൻഡിൽ ഇറ്റ് ബിറ്റ്വീൻ ശിവൻകുട്ടി ആൻഡ് സജി ചെറിയാൻ. വലിയ കുഴപ്പമില്ലാതെ അങ്ങ് ഹാൻഡിൽ ചെയ്തു. ഇതേ ശിവൻകുട്ടി കോർപ്പറേഷനിലെ റോഡുകളെ പറ്റി സംസാരിച്ചു. എന്തായിരുന്നു മുഹമ്മദ് റിയാസിൻ്റെ മറുപടി? മുഹമ്മദ് റിയാസിൻ്റെ പേരും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല.
കോർപ്പറേഷൻ്റെ റോഡുകൾ ശോചനീയാവസ്ഥയിലാണെന്ന് പറഞ്ഞു. കോർപ്പറേഷൻ്റെ മുഹമ്മദ് റിയാസിൻ്റെ മറുപടി എന്തായിരുന്നു? ഒരുപാട് പേർക്ക് ചൊറിയും, ഒരുപാട് പേർക്ക് ചൊറിയും. അവർ വിചാരിച്ച കോൺട്രാക്ടർമാർക്ക് കോൺട്രാക്റ്റ് കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൊറിയും. ശിവൻകുട്ടി മിണ്ടിയില്ല. സീരിയസ് അലിഗേഷനാണത്. ശിവൻകുട്ടിക്ക് ഇഷ്ടപ്പെട്ട കോൺട്രാക്ടർക്ക് കോൺട്രാക്റ്റ് കൊടുക്കാഞ്ഞിട്ടാണ് ശിവൻകുട്ടി ഈ കമൻ്റ് അടിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. ഇതുപോലെ ഒരു മന്ത്രി വേറൊരു മന്ത്രിയെ ബിലിറ്റിൽ ചെയ്ത സംഭവമുണ്ട്. ആൻഡ് ഹി ഗോട്ട് അവേ വിത്ത് ദാറ്റ്. ഒരു മനുഷ്യൻ റിയാസിൻ്റെ അടുത്ത് അത് ചെയ്തത് മോശമായിപ്പോയി എന്ന് പറഞ്ഞില്ല. പബ്ലിക്കായിട്ടാണ് റിയാസ് പൊട്ടിത്തെറിച്ചത്. സി, ലുക്ക് അറ്റ് ദ ബിഹേവിയർ ഓഫ് റിയാസ്, ഹൗ ഹീ ബിഹേവ്സ്. അയാളുടെ ബോഡി ലാംഗ്വേജ് നോക്കും. അയാൾ നമ്പർ 2 ആണ്. നമ്പർ 2 ആകുന്നതിൽ എനിക്ക് അസൂയൊന്നുമില്ല. പക്ഷേ നമ്പർ 2 ആകാൻ മറ്റുള്ളവർ സമ്മതിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ ഒരു പ്രശ്നമാണ്. സമ്മതിച്ചു എന്ന് വരുന്നില്ല, മിണ്ടാതിരിക്കുന്നതുകൊണ്ടാ. മിണ്ടാതിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പങ്കാ ലഗാനേക്കാ കറേജ് നഹി ഹെ ക്യാ കരേംഗെ. നിങ്ങൾക്ക് മിണ്ടാനുള്ള ധൈര്യമില്ല റിയാസിനെതിരെ. മിണ്ടിയാൽ നിങ്ങൾ കുഴപ്പത്തിലാകും. അതാണ് അവസ്ഥ. പക്ഷേ ഇത് എല്ലാവരും പറയുന്ന അപ്പോൾ അത് ഞാൻ പറഞ്ഞു, കൊല്ലം അങ്ങനെ പോയി, ആലപ്പുഴ അങ്ങനെ പോയി, എറണാകുളം അങ്ങനെയാണ്. ഒരു സാക്കിർ ഹുസൈനെ അറസ്റ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അത് കഴിഞ്ഞില്ലേ? സാക്കിർ ഇപ്പോൾ കഴിഞ്ഞു എന്നുള്ളതല്ല, കഴിഞ്ഞ കാര്യം തന്നെ ഞാൻ പറയുന്നത്. ഹൗ ഡു യു കം ടു ദിസ് കൺക്ലൂഷൻ? ഇനി വരാൻ പോകുന്ന കാര്യം പറഞ്ഞാലല്ലോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു നിഗമനത്തിലെത്തുന്നത്, വരാൻ പോകുന്നത് വെച്ചിട്ടല്ല. ഈ നിഗമനത്തിൻ്റെ ബേസിസിലാണ് വരാൻ പോകുന്ന കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് പറയുന്നത്. ഞാൻ വെറും 3 എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. ഇനി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നോക്ക്, രാജ്യസഭയിലേക്ക് പോയത് ഒരേ കമ്മ്യൂണിറ്റിയിലെ 3 പേരല്ലേ? ഒരേ കമ്മ്യൂണിറ്റി അല്ല, 2 പേര് ഒരു കമ്മ്യൂണിറ്റിയും ഒരാൾ മറ്റൊന്നും. അതാര്? ജോസ് കെ മാണി. മറ്റേത് 3 പേരില്ലേ? 2 പേര്. 2 പേരും ഒരേ കമ്മ്യൂണിറ്റിയിൽ പോയി. ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അതിനകത്തൊരു മെറിറ്റ് ഉണ്ടോ എന്ന് ആരെങ്കിലും നോക്കിയില്ല. എന്നിട്ട് അവലോകനം വന്നു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കാരണം വോട്ട് പോയി, ഈഴവരുടെ വോട്ട് പോയി, BDJs. അപ്പോൾ എച്ച് സലാമും PP ചിത്തരഞ്ജനും വെള്ളാപ്പള്ളിയെ പിന്തുണച്ചു എന്ന് പറഞ്ഞ വാർത്ത വന്നു. ആ വാർത്ത ഒരു കള്ള വാർത്തയാണ്. അവർ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുകയല്ല ചെയ്തത്. അവർ പറഞ്ഞു എന്ന് പത്രങ്ങളിൽ വന്നത് നോക്കിക്കഴിഞ്ഞാൽ അവർ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചിട്ടില്ല. അവരാകെ അവരുടെ താല്പര്യം സംരക്ഷിക്കുകയായിരുന്നു. ഞങ്ങളുടെ ആലപ്പുഴയിൽ ഈഴവ വോട്ട് പോയിട്ടില്ല വെള്ളാപ്പള്ളി കാരണം. വെള്ളാപ്പള്ളി ഒരു ഫാക്ടറല്ല. വെള്ളാപ്പള്ളി ഒരു ഫാക്ടർ ആണെങ്കിൽ മലബാറിൽ എന്ത് സംഭവിച്ചു? മലബാറിൽ വെള്ളാപ്പള്ളിക്ക് വലിയ സ്വാധീനമില്ലല്ലോ, അവിടെ വോട്ട് കുറഞ്ഞില്ലേ? സോ വെള്ളാപ്പള്ളി ഒരു ഫാക്ടർ അല്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളിയെ കൊച്ചാക്കുകയായിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാൻ എച്ച് സലാമും PP ചിത്തരഞ്ജനും രംഗത്ത് എന്ന് പറഞ്ഞ വാർത്ത. ഇത് വാർത്ത ചമച്ചവരുടെ പൊളിറ്റിക്സാണ്. ടു കീപ്പ് വെള്ളാപ്പള്ളി വിത്ത് ദം. ഇങ്ങനെ വളരെ സട്ടിലായിട്ടാണ് വാർത്തകളിൽ കളിക്കുന്നത്. അല്ല, ഈ പറഞ്ഞ ഞാൻ വീണ്ടും ഒന്ന് റിയാസിലേക്ക് പോവാണേ. ഈ വ്യാപകമായി പറയുന്നുണ്ട് റിയാസ് അടുത്ത മുഖ്യമന്ത്രിയാണെന്ന്. അസംഭവ്യമല്ലേ TG? അങ്ങനെയൊന്നുമില്ല. എന്താ സംഭവിക്കാൻ പാടില്ലാത്തത്? ഈ ഇത്തവണ പിണറായി വിജയൻ ക്യാബിനറ്റ് ഉണ്ടാക്കിയപ്പോൾ നോക്കൂ, പഴയ മന്ത്രിമാർ 2 തവണ മന്ത്രിമാരാകാൻ പറ്റില്ല, 3 തവണ ആകാൻ പറ്റില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പുതിയ ആൾക്കാരെ കുറിച്ച് മന്ത്രിസഭയുണ്ടാക്കി. റിയാസിനെ കൊണ്ടുവന്നു. റിയാസിനെ കൊണ്ടുവരാനാണ് ആ ഫോർമുല കൊണ്ടുവന്നത് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ പലരും വിശ്വസിക്കുന്നു. റിയാസിനെ പ്രൊമിനൻസിൽ കൊണ്ടുവരാനാണ്. കാരണം മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വേറെ ആരെയും വേണ്ട, റിയാസിനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് ഈസ് ദ കാൻഡിഡേറ്റ് ഓഫ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളങ്ങളിൽ, പാർട്ടിയുടെ അകത്തളങ്ങളിൽ ഇങ്ങനൊരു സംസാരമുണ്ട്. റിയാസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫാരിസ് അബൂബക്കറുടെ സ്ഥാനാർത്ഥിയാണ്. ഫാരിസ് അബൂബക്കർ ഈസ് വെരി ക്ലോസ് ടു പിണറായി വിജയൻ. ദിസ് ഈസ് ഹൗ മുഹമ്മദ് റിയാസ് ബിക്കെയിം പ്രൊമിനൻറ്റ്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ പ്രൊമിനൻ്റ് ആക്കുന്നത് പിണറായി വിജയനാണെങ്കിലും അതിന് പുറകിൽ ഫാരിസ് അബൂബക്കറാണ് എന്ന് എല്ലാവരും ഭയക്കുന്നു. ഫാരിസ് അബൂബക്കറിനെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അദ്ദേഹം മോശമാണെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറില്ല. ഞാനിതിൻ്റെ പൊളിറ്റിക്സാണ് പറയുന്നത്. അപ്പോൾ ഫാരിസ് അബൂബക്കറിനെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ്സുകാരൻ്റെ ബാക്കപ്പോടുകൂടി ഇദ്ദേഹം വന്നിരിക്കുന്നു, റിയാസ് വന്നിരിക്കുന്നു. റിയാസിൻ്റെ അമ്മാവനാണ് ഫാരിസ് അബൂബക്കർ, അല്ലേ?
ദേ ആർ ക്ലോസ്ലി ഒരു വാർത്ത ഉണ്ടായിരുന്നു. ക്ലോസ്ലി റിലേറ്റഡ്. മാത്രമല്ല അമ്മാവനൊന്നും പിണറായി വിജയൻ അല്ല അമ്മയുടെ സഹോദരിയുടെ ഭർത്താവ് സംതിങ് ദേ ആർ റീസണബിളി ക്ലോസ്. അതൊരു മരണം ഉണ്ടായപ്പോൾ അവിടെ പോയതുമായി ബന്ധപ്പെട്ട ഈ വാർത്തയൊക്കെ വന്നത്. പിണറായി വിജയൻ അത് ശരിയല്ലെന്നും പറയുണ്ടായി. പിണറായി വിജയൻ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ വീഡിയോ പുറത്ത് വന്നതാണില്ല. ഈ ആവശ്യത്തിൽ കവിഞ്ഞ് അവിടെ താമസിച്ചു. അതുകൂടാതെയും ഇടയ്ക്ക് അവിടെ പോകാറൊക്കെയുണ്ട്. എനിവേ വാട്ട് ഐ വാണ്ട് ടു എസ്റ്റാബ്ലിഷ് ഈസ് ഈ മുഹമ്മദ് റിയാസ് ഈസ് നമ്പർ 2 ഇൻ ദ ക്യാബിനറ്റ്. ആ നമ്പർ 2 ഇൻ ദ ക്യാബിനറ്റ് എന്ന് ഞാൻ വാദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് എല്ലാം നോക്കിക്കഴിയുമ്പോൾ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റം പാർട്ടിയിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ടൈപ്പ്, സാധാരണ മുസ്ലിങ്ങളല്ല, പോപ്പുലർ ഫ്രണ്ട് ടൈപ്പ് ആൾക്കാരുടെ കടന്നുകയറ്റം, അങ്ങോട്ടുള്ള ചായ്വ്, ഈ നടത്തിയ പാലസ്തീൻ ഐക്യദാർഢ്യം, എലോങ് വിത്ത് ഈ റിയാസ് ധൃതി പിടിച്ച് വീണയെ കല്യാണം കഴിച്ച് ഡൽഹിയിൽ നടത്തി CPM-ൻ്റെ കേന്ദ്ര നയമാണ്. അതെ, നടത്തിയത് CPM ആണല്ലോ. കേന്ദ്ര സ്റ്റേറ്റിലെ ആരും ആയിക്കോട്ടെ, CPM ആണല്ലോ. ഈ CPM-ന് പാലസ്തീനോട് വലിയ സ്നേഹം തോന്നാൻ കാര്യമുണ്ട്. ബാക്കിയുള്ള പണ്ട് പോലെ എങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മുസ്ലിം ലീഗിന് ഇല്ലാത്തൊരു പാലസ്തീൻ സ്നേഹം CPM-ന് വരുന്നു. അത് മുൻകാലങ്ങളിൽ അങ്ങനെയല്ലേ ടി. റിയാസ് വന്നതിന് ശേഷം അല്ലല്ലോ. അല്ല, ഈ മൊത്തം പാർട്ടി ഇസ്ലാമിലേക്ക് ചായുന്നതിൻ്റെ കഥയാണ് ഞാനീ പറയുന്നത്. അതിപ്പോൾ വേഗം കൂടിയെന്നാണ് ടി പറയുന്നത്. അതെ, വേഗം കൂടിയെന്ന് മാത്രമല്ല, അതിലും മുങ്ങി. ഇപ്പോൾ ആർക്കെങ്കിലും അതിൽ പരിതാപം ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മിന്നൽ പോലെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്ത് പുറത്തിറങ്ങാം എന്നുള്ളതല്ലാതെ അകത്ത് ഒരു റിഫോം ഇനി സാധ്യമല്ല. അതിൽ അത്രയധികം ഇവർ പിടിമുറുക്കി. ഞാനൊരു വേറെ ചോദ്യം ചോദിക്കട്ടെ. ഈ പിണറായി വിജയൻ്റെ മരുമകൻ്റെ പേര് രമേശ് എന്നോ നാരായണനോ വല്ലോ ആയിരുന്നെങ്കിൽ ഈ കഥകൾ ഉണ്ടാകുമായിരുന്നു? ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ പേരാണ് പ്രശ്നം? പേരല്ല പ്രശ്നം, പ്രവൃത്തിയാണ് പ്രശ്നം. ഈ രമേശ് വന്നിട്ട് ഇതേ കളിയാണ് കളിക്കുന്നതെങ്കിൽ ഇതേ ആരോപണങ്ങളുണ്ടാവും. പേരല്ല, പ്രവൃത്തിയാണ് പ്രശ്നം. ഞാൻ ഇത് ശിവൻകുട്ടിയുടെ വായടപ്പിക്കുന്ന ഒരു മറുപടി, ശിവൻകുട്ടിയുടെ നേർക്ക് കൗണ്ടർ ആരോപണം, ഇത് റിയാസ് നടത്തിയിട്ട് ആരും പ്രതികരിച്ചില്ല. പിണറായി വിജയനെ പ്രതിരോധിക്കാൻ ആരെയും കാണുന്നില്ല എന്ന് റിയാസ് പറയുന്നു. തൊട്ടടുത്ത ദിവസം ഓരോരുത്തരായിട്ട് പ്രതികരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങളല്ലേ നമുക്ക് പബ്ലിക്കിൽ നമുക്ക് കിട്ടുള്ളൂ. പാർട്ടിക്കുള്ളിലെ കാര്യം പാർട്ടിക്കല്ലേ അറിയാവുള്ളൂ. പാർട്ടിക്കുള്ളിലെ കാര്യം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പോലും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്തൊരു പരിപാടിയുണ്ട്. മൻമോഹൻ സിംഗ് ഒരു തീരുമാനം എടുക്കും, വലിയ ബഹളം നടക്കും. അൺപോപ്പുലറായ തീരുമാനം അബദ്ധവശാൽ സംഭവിച്ചതാണ്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഹിന്ദുവിലൊക്കെ വാർത്ത വരും, സോണിയ ഈസ് അൺഹാപ്പി, നമ്പർ 10 ജൻപത് ഈസ് അൺഹാപ്പി. അതായത് ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുകയാണ്, മൻമോഹൻ സിംഗ് എന്തെങ്കിലും കുഴപ്പം കാണിച്ചാലും ഞാനുണ്ട് ഇവിടെ, ഞാനത് കറക്റ്റ് ചെയ്യും. അതായത് ഭരണകക്ഷിയും പ്രതിപക്ഷവും കോൺഗ്രസ്സിൽ തന്നെ ഉണ്ട്, നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടാനില്ല. CPM-ഉം ഒരുപക്ഷെ അതേ കളി കളിക്കുകയാണ്. അപ്പോൾ ശരിയാണ്, പാർട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടി തന്നെ സെൻട്രൽ കമ്മിറ്റി അത് കണ്ടെത്തി ഭൂതക്കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യം ഈ രക്ഷാപ്രവർത്തനമൊക്കെ പാർട്ടി അത് ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് കണ്ടെത്തി. PBയോട് പറഞ്ഞു, കേരള ഘടകത്തിൻ്റെ പേരിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. നടപടിയൊന്നും വേണ്ട, അത് PB തീരുമാനിക്കട്ടെ. ഒരു തെറ്റിതിരുത്തൽ രേഖ AKG സെൻറ്ററിൽ ഒരു മുറി നിറച്ച് അടുക്കി വെച്ചിരിക്കുക, സ്ഥലമില്ല. അവിടെ വന്ന് ഷൺമുഖ ഈ തെറ്റിതിരുത്തൽ രേഖ ഒന്ന് കൊണ്ടുപോയിക്ക്, എൻ്റെ ചേട്ടാ വേറൊരു മുറി കൂടെ തുറന്നു നിന്ന് ഈ മുറി നിറഞ്ഞു, കംപ്ലീറ്റ് തെറ്റിതിരുത്തൽ രേഖ. ഈ അവസ്ഥയാണ് പാർട്ടിയിൽ. എന്നിട്ടിപ്പോൾ വീണ്ടും രേഖ ഇറക്കാൻ പോകുന്നു. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക്. കാരണം ഈ സെൻട്രൽ കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞ് ആൾ കൂടുന്നില്ലേ, അവിടെ ചായയും പരിപ്പിടുമെങ്കിലും കൊടുക്കണമെങ്കിൽ പിണറായി വിജയൻ്റെ പോക്കറ്റിൽ നിന്ന് വേണം കൊടുക്കാൻ. പിന്നെ പിണറായി വിജയനെ ഇവർ എന്ത് ചെയ്യാൻ പോവുക? ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. പ്രമേയം പാസ്സാക്കി അതവിടെ കിടക്കും, ഇത്രയേ ഉള്ളൂ. പാർട്ടിക്ക് തോന്നിയ വഴിയെ പോകും. സത്യത്തിൽ ഇപ്പോൾ എനിക്കാകെ ഒരു പ്രതീക്ഷയുള്ളത്, നേരത്തെ എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇവർ 3-ാം തവണ പോലും അധികാരത്തിൽ വന്നു എന്നിരിക്കും അവരുടെ സ്ട്രാറ്റജി കൊണ്ട്. ഇപ്പോൾ പക്ഷേ പൊതുവേ പൊതുജനങ്ങളുടെ ട്രെൻഡ് മാറിക്കഴിഞ്ഞു. ഇതൊരു കൊള്ളസംഘമാണ്. യു സീ വാട്ട് ഇമ്പ്യൂണിറ്റി. ഒരു പ്രിൻസിപ്പലിനെ തല്ലിയിട്ട് ആ പ്രിൻസിപ്പലിൻ്റെ പേരിൽ കേസെടുക്കുക. ഈ പിള്ളേരുടെ പേരിൽ യാതൊരു കേസുമില്ല. SFI
ശരിക്കും രാജ്യം ഭരിക്കുന്നത് അവരാണെന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് നമ്മളിങ്ങനെ ഇരുന്നാൽ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ CIT ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഒരു നോക്കുകൂലി എന്ന് പറഞ്ഞ ഒരുത്തനെ തല്ലി ഓടിച്ച് കെട്ടിടത്തിന് മുകളിൽ കെട്ടിടത്തിന് രണ്ട് കാലം ഓടിഞ്ഞു. പ്രാണരക്ഷാർത്ഥം അവനെടുത്ത് ചാടി. കാരണം SFI ഇങ്ങനെ ഷൈൻ ചെയ്യുമ്പോൾ CITന് എന്തെങ്കിലും വേണ്ടേ? അത് ചോദിക്കണടാ, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പിള്ളേർ നമ്മളെയൊക്കെ വലിയ ആളാകും. അതെ, നമ്മുടെ പേര് പത്രത്തിൽ വരുന്നില്ല, ഫോട്ടോ വരുന്നില്ല, അവരിറങ്ങും. DYFI പിന്നെ ഓൾറെഡി രംഗത്തും. അതെ, അപ്പോൾ ഇവരെല്ലാം ചേർന്നിട്ട് ഈ പാർട്ടിയെ പൊതിഞ്ഞ് പറഞ്ഞതിൻ്റെ സാരം റിയാസാണ് പാർട്ടി എന്നാണോ? റിയാസാണ് പാർട്ടി എന്ന് ഞാൻ പറയില്ല, റിയാസാണ് നമ്പർ 2. റിയാസിൻ്റെ കയ്യിലാണ് പാർട്ടി എന്ന് പറയാമോ? എന്നും പറയില്ല. പിന്നെ നമ്പർ 2 അയാളാണ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ നമ്പർ 1 കഴിയുമ്പോൾ നമ്പർ 2 ഒന്നാവും. അങ്ങനെയാണല്ലോ പതിവ്, ആവണമല്ലോ. സർട്ടൺ തിങ്സ് യു കനോട്ട് ചേഞ്ച് വൺസ് യു എൻറ്റർ ഇൻ ടു ദാറ്റ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കടുവയുടെ പുറത്ത് കയറിയതാണ് ഇതിൻ്റെ യഥാർത്ഥ. പക്ഷേ കടുവയുടെ അടുത്തേക്ക് ആളുകൾ വരില്ല. സേഫായിട്ട് നടക്കാം, പൊതുജനം കാണില്ല. അല്ല, ആളുകൾ ഓടിപ്പോവും. അതെ, ഓടിപ്പോവും. അതാണ് പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ കടുവയുടെ അടുത്ത് നിന്ന് പൊതുജനങ്ങൾ ഓടിപ്പോകും, വേറെ ഏതെങ്കിലും പാർട്ടിക്കൊക്കെ വോട്ട് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും പോകും. നമ്മളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അതെ അതെ. പിന്നെ നിങ്ങളുടെ കയ്യിലെ കാശും നിങ്ങളുടെ കടുവയും നിങ്ങളും. അപ്പോൾ കടുവ സഞ്ചാരം തുടരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.